ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ മറ്റൊരു കഥയായിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കുക. ഒരു ചെറിയ ചാനലാണ്, എല്ലാ ആളുകളുടെയും സപ്പോർട്ടൊക്കെ വേണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഒരു പയ്യനും ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രണയമായിരുന്നു. അവർ പഠിക്കുന്ന കാലം തൊട്ടേ ഭയങ്കര പ്രണയമായിരുന്നു. വീട്ടിനടുത്തായിരുന്നു അവർ രണ്ടുപേരും താമസിച്ചിരുന്നത്. പെൺകുട്ടിയുടെ പേര് സൗമ്യ എന്നും പയ്യൻ്റെ പേര് ശിവ എന്നുമാണ്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിനടുത്താണ് താമസം. പഠിക്കാനൊക്കെ പോകുമ്പം ഇവർ തങ്ങൾ കാണും, മിണ്ടും ചിരിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ഇവരെ ഉള്ളിൽ ഒരു പ്രണയം മുട്ടിട്ടു എന്ന് പറയുന്ന പോലെ അവർക്ക് രണ്ടുപേർക്കും ഒരു ഇഷ്ടം തോന്നി. ഇതിൽ ആരാദ്യം ഇഷ്ടം പറയും? സൗമ്യ പറയുമോ? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശിവ തന്നെ ഒരു എഴുത്ത് എഴുതി വെച്ചു. ഇന്ന് സൗമ്യ എടുത്ത് എൻ്റെ ഇഷ്ടം പറയണം, ഈ എഴുത്ത് അവളെ ഏൽപ്പിക്കണം. എങ്ങനെ ഏൽപ്പിക്കും? അവളെ കൂടെ എപ്പോഴും സൗമ്യയുടെ കൂടെ കൂട്ടുകാരുണ്ട്. സൗമ്യയെ ഈ എഴുത്ത് അവരാരെങ്കിലും കണ്ട് വീട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്നെ അവർ വെച്ചേക്കത്തില്ല. എന്ന് വെച്ചാൽ സൗമ്യയുടെ വീട്ടുകാർ കുറച്ച് പൈസയൊക്കെ ഉള്ള ആളുകളാണ്, നല്ല സെറ്റപ്പൊക്കെ ഉള്ള. പിന്നെ ശിവ വീട്ടുകാർ പാവപ്പെട്ടവർ, അതും രണ്ട് മതക്കാരാണ്, രണ്ട് ജാതിക്കാരാണ്. അപ്പോഴത്തേക്ക് ഇതറിഞ്ഞാൽ ശിവേനെ അവർ ശരിയാക്കും, അതവനറിയാം. പിന്നെ വലിയ പ്രശ്നമാകും അവിടെ നാട്ടിൽ. അതുകൊണ്ട് ആരും കാണാതെ നമ്മുടെ സൗമ്യക്ക് ഈ ലെറ്റർ കൊടുക്കണം. അങ്ങനെ സൗമ്യ മിക്ക ദിവസവും ശിവയെ കാണും, ശിവ കാണും. രണ്ടുപേരും കണ്ണും കണ്ണും നോക്കി ചിരിക്കും. ഒരു പ്രണയം രണ്ടുപേർക്കും ഉണ്ടെന്ന് രണ്ടുപേർക്കും അറിയാം. അത് ശിവയ്ക്ക് ഉറപ്പിക്കണം, അവൾക്ക് എന്നോട് പ്രണയമാണോ എന്ന്. സൗമ്യയ്ക്ക് ശിവയോട് പറയാനും വയ്യ. അങ്ങനെ ഒരു ദിവസം ശിവ കാത്തു നിന്നു. സൗമ്യ മിക്ക ദിവസവും ഒരു ദിവസം കൂട്ടുകാരില്ല. പെട്ടെന്ന് ശിവ ഒരു സൈക്കിൾ എടുത്തുകൊണ്ടുവന്ന് സൗമ്യയുടെ കയ്യിൽ ഈ ലെറ്റർ കൊടുത്തിട്ട് പെട്ടെന്ന് ചവിട്ടിപ്പോയി. ആദ്യം സൗമ്യ ഞെട്ടി, അവിടെ ഒക്കെ നോക്കി, ആരും കണ്ടില്ല. എന്തായാലും ലെറ്റർ ബുക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചു. സ്കൂളൊക്കെ വിട്ട് വന്ന് സൗമ്യ വായിച്ചു നോക്കിയപ്പം ശിവയ്ക്ക് സൗമ്യ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ലെറ്റർ എനിക്ക് എഴുതി തരണം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സൗമ്യ എന്ന് ശിവ 2 വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സൗമ്യയ്ക്ക് ഒത്തിരി സന്തോഷം വന്നു. സൗമ്യ ആ ലെറ്റർ ഒത്തിരി നേരം വായിച്ചു. എന്നിട്ട് ആ ലെറ്റർ ഒളിച്ചു വെച്ചതിന് ശേഷം സൗമ്യയ്ക്ക് ശിവയോട് ഇഷ്ടമാണെന്ന് സൗമ്യയ്ക്ക് അറിയാം. സൗമ്യ ഒരു പേപ്പറിൽ ശിവേനെ ഇഷ്ടമാണെന്ന് എഴുതി, എനിക്ക് ഇഷ്ടമാണ് എന്ന് എഴുതി വെച്ചു. അപ്പം ഈ മറുപടി ശിവന് കൊടുക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരുണ്ട്. ശിവ ഇവർ പോകുമ്പം അവന് പഠിക്കാൻ പോകണ കണക്കാണ്, അവർ പറക്കെ പോകണം, പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം സൗമ്യ ശിവയെ നോക്കിയിട്ട് ആ പേപ്പർ താഴെ ഇട്ട് കൂട്ടുകാർ കാണുക. അപ്പോൾ ശിവയ്ക്ക് മനസ്സിലായി എന്തോ മറുപടിയാണെന്ന് മനസ്സിലായി. ശിവ എടുത്തപ്പോൾ സൗമ്യയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 3-4-5 വർഷം ഇവർ ഈ പ്രണയം ഇങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ +2 ഒക്കെ കഴിഞ്ഞു. ശേഷം ശിവ ജോലി തിരക്കി, എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പിന്നെ വീട്ടുകാർക്ക് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമില്ല. നമ്മുടെ സൗമ്യ ടൈപ്പിംഗ് പഠിക്കാനൊക്കെ പോവുകയാണ്. അപ്പം നമ്മുടെ ശിവ ജോലിക്കൊക്കെ പോവും, സൗമ്യയെ കാണും. അങ്ങനെ രണ്ടുപേരും കാണുമ്പോൾ ചിരിക്കും. അവരുടെ മനസ്സുകൊണ്ട് ആരും കാണാതെ ലെറ്ററുകളും കൊടുക്കുക, കൈമാറാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം സൗമ്യയ്ക്ക് കല്യാണ ആലോചനയൊക്കെ വന്നു. അപ്പോൾ സൗമ്യ പറഞ്ഞു, എനിക്കിപ്പോഴും വേണ്ട കല്യാണം, ഇത് പഠിക്കണം, ടൈപ്പിംഗ് പഠിച്ച് തീർന്നിട്ട് മതി, എനിക്ക് കല്യാണം ഇപ്പോഴൊന്നും വേണ്ട എന്ന് സൗമ്യ വീട്ടിൽ പറഞ്ഞു. അപ്പം സൗമ്യയുടെ അമ്മ പറഞ്ഞു, പറ്റത്തില്ല, ചേട്ടനൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുക, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ചേട്ടനെയൊക്കെ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞു. ആ ചേട്ടനൊക്കെ കല്യാണം കഴിച്ചോട്ടെ. ഇല്ല പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ നിൻ്റെ കല്യാണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൗമ്യ പറഞ്ഞു, പറ്റത്തില്ല, എനിക്കിപ്പോൾ വേണ്ടമ്മ, ഞാൻ കുറച്ചുകൂടി 1 വർഷം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞില്ല, എന്തായാലും നാളെ നിനക്ക് പെണ്ണ് കാണാൻ വരും, നീ ഇനി പഠിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. സൗമ്യ പറഞ്ഞില്ല, ഇതെന്തായാലും പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ സമ്മതിക്കത്തില്ല. അങ്ങനെ സൗമ്യയ്ക്ക് ഭയങ്കര വിഷമമായി. സൗമ്യ എന്ത് ചെയ്തു, ഒരു ലെറ്റർ എഴുതി ശിവയ്ക്ക് കൊടുത്തു. ശിവയ്ക്ക് വിഷമായി. ശിവയും ജോലിക്കൊക്കെ പോയി തുടങ്ങിയതേ ഉള്ളൂ. പെട്ടെന്ന് എന്ത്, അവർ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കാൻ പറ്റില്ല, അവർ പെൺകുട്ടിയെ കൊടുക്കത്തില്ല, അതിന് 2 മതക്കാരാണ്. അങ്ങനെ രണ്ടുപേർക്കും വിഷമമായി, എന്ത് ചെയ്യാനും. അങ്ങനെ എന്തായാലും ശിവ പറഞ്ഞു, എന്തായാലും ഒരു പെണ്ണ് കാണാൻ വരട്ടെ, അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സൗമ്യ പെണ്ണ് കാണാൻ വന്നു. പെണ്ണൊക്കെ കണ്ടിട്ട് സൗമ്യ പറഞ്ഞു, എനിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പഠിക്കാൻ പോകണം. വീട്ടുകാർക്കൊരു സംശയം, എന്താ ഈ പെൺകുട്ടിക്ക് പെട്ടെന്നൊരു മാറ്റം എന്ന് പറഞ്ഞ് സൗമ്യയുടെ അമ്മ സൗമ്യ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ സൗമ്യയ്ക്ക് പെട്ടെന്നൊരു മാറ്റം, ഇങ്ങനെ കല്യാണം വേണ്ടെന്നൊക്കെ. ഇപ്പം പെൺകുട്ടിയൊക്കെ കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷമല്ലേ. അങ്ങനെ സൗമ്യയുടെ അമ്മ സൗമ്യ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സൗമ്യ ബാത്റൂമിൽ പോയ സമയത്ത് സൗമ്യയുടെ അമ്മ ബുക്ക് നോക്കി. അപ്പോൾ പ്രേമലേഖനം എഴുതി വെച്ചിരിക്കുന്നു ശിവ എന്ന് പറയുന്ന. അപ്പം സൗമ്യയുടെ അമ്മയ്ക്ക് മനസ്സിലായി അപ്പുറത്തെ പയ്യനുമായിട്ട് ഇത് പ്രണയമാണെന്ന്. അങ്ങനെ സൗമ്യയുടെ അമ്മ അത് അവരെ വീട്ടിൽ അച്ഛനോടും സഹോദരങ്ങളോടും പറയുക. അപ്പോൾ സൗമ്യ ഒത്തിരി അടിച്ചു. ഈ പയ്യനെ ഇവർ ചേട്ടന്മാർ പോയി വിരട്ടി അടിച്ചു. ഇനി മേലെ അവളെ പിറക്കം നടന്ന് നിൻ്റെ കാലടിച്ചു കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ കല്യാണം പെട്ടെന്ന് അവർ നടത്താൻ തീരുമാനിച്ചു.
സൗമ്യയുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. ഒന്നാമത് അവർ മതത്തിലുള്ള പയ്യനുമല്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളായി. സൗമ്യ ഒത്തിരി അടിച്ചു. സൗമ്യ പറഞ്ഞു എനിക്ക് ശിവനെ മതി, ശിവനെ കല്യാണം കഴിക്കും. സൗമ്യയുടെ അച്ഛനും മാമനും സഹോദരങ്ങളും ഒക്കെ സൗമ്യ എടുത്ത് പറഞ്ഞു നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം, സമ്മതിച്ചില്ലെങ്കിൽ ശിവേനെ ഞങ്ങൾ കൊല്ലും, അവനെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, നീയും അവനുമായിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, നമുക്ക് നാണക്കേടാണ്, നമ്മുടെ ജാതിക്കാരുമല്ല, ഒരിക്കലും ഇത് നടക്കാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് നീ കല്യാണത്തിന് സമ്മതിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ കൊല്ലും. അപ്പോൾ സൗമ്യയ്ക്ക് ഭയങ്കര വിഷമമായി. ഇവരത് ചെയ്യും, പൈസയും പ്രതാപവും ഒക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെ സൗമ്യ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, ശിവയെ വെറുതെ വിട്, ഞാൻ കല്യാണത്തിന് സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സൗമ്യയുടെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ശിവയുടെ അമ്മ ശിവ എടുത്ത് പറഞ്ഞ് കരച്ചിൽ, മോനെ അവർ നിന്നെ കൊല്ലും, നീ ഒന്നിനും പോവരുത്, വന്നതൊക്കെ വന്ന് പൂട്ട്, ഇനി അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട, അവർ നിന്നെ ഇത്രയും അടിച്ചില്ലേ, മോനി പോവരുത്, നമുക്ക് പറ്റിയതല്ല മോനെ, നമ്മുടെ ആളുകളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മോനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മ ശിവയുടെ അടുത്ത് ഭയങ്കര കരച്ചിൽ. ഇല്ല അമ്മേ ഞാൻ പോവില്ലെന്നൊക്കെ ശിവ അമ്മയോട് പറയുന്നു. സൗമ്യയുടെ വീട്ടിൽ പുറം പണിക്ക് പോകണം ഒരു ചേച്ചിയുടെ കയ്യിൽ ശിവ ഒരു ലെറ്റർ കൊടുക്കുന്നു. അപ്പം പുറം പണിക്ക് പോകണം. അവർ പറഞ്ഞു എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അവരെന്നെ കൊല്ലും. അറിഞ്ഞില്ല ചേച്ചി, ഇന്ന് വരെ ചേച്ചി ഞാൻ ആവശ്യപ്പെട്ടില്ല, ഇനി ഒരിക്കലും തല്ല, ഇത് എനിക്കൊരു അത്യാവശ്യം അവരുടെ അടുത്ത് പറയാനാണ് ചേച്ചി, ഒന്ന് കൊടുക്കുക ചേച്ചി, ആരും കാണാതെ. അങ്ങനെ എന്തായാലും ഇനി മേൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ ആ ലെറ്റർ നമ്മുടെ സൗമ്യയ്ക്ക് കൊടുക്കുന്നു. സൗമ്യ വായിക്കുന്നു. വായിച്ചപ്പം ഒരു രാത്രി 11 മണിയാകുമ്പോൾ ഇവരുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു ആളൊഴിഞ്ഞ വീട്, അവിടെ ആരും താമസമില്ല, അവിടെ വരണം, എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട് അവസാനമായി എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി 11 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങി. നോക്കി ഉറങ്ങാതിരിക്കുകയാണ്. സൗമ്യ നേരത്തെ കിടന്നുറങ്ങുന്ന അവർ വിചാരിച്ച് ഉറങ്ങിയെന്ന്. അവൾ പെയ്യ ആരും അറിയാതെ വാതിൽ തുറന്നു ആ വീട്ടിനടുത്ത് ചെല്ലുന്നു. അപ്പോൾ ശിവ അവിടെ നിൽക്കുകയാണ്. ശിവയെ കണ്ടതും സൗമ്യ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവനും കെട്ടിപ്പിടിച്ചു. ഒത്തിരി കരഞ്ഞു. കുറേ നേരം സംസാരിച്ചു. കുറേ നേരം അവൻ്റെ മടിയിൽ അവൾ കിടന്നു, അവനും കിടന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. ശിവ പറഞ്ഞു ഞാൻ മരിക്കാൻ പോയി, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ വരുന്നു, അതോ നീ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, ശിവൻ്റെ കൂടെ ഞാനും വരുന്നു, നമുക്ക് ഒത്തു മരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ ആഗ്രഹം അവിടെ പൂർത്തിയാക്കി അവർ രണ്ടുപേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. പിറ്റേ ദിവസം സൗമ്യയെ കാണുന്നില്ല. എല്ലാവരും തിരക്കി ഓടുന്നു. എവിടെയെന്ന് അറിയില്ല. അവൾ അവനുമായിട്ട് ഒളിച്ചോടി, അവനെയും കാണുന്നില്ല. എല്ലായിടവും തിരക്കി, അവിടെ എങ്ങും ആളിനെ കാണാനില്ല. അപ്പം ആ വീട്ടിൻ്റെ അപ്പുറത്തെ ഒരു കൊച്ച് അവിടെ കളിച്ചുകൊണ്ടിരുന്ന പന്ത് തെറിച്ച് അയ്യത്ത് വീണ്. അങ്ങനെ പന്തെടുക്കാൻ കുഞ്ഞുങ്ങൾ ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് നോക്കി. അപ്പോൾ രണ്ടുപേരും അവിടെ കിടക്കുന്നു. അപ്പോൾ നോക്കിയപ്പം സൗമ്യ ചേച്ചിയും ശിവേണ്ണനും ആണല്ലോ. അപ്പോൾ അവരവിടെ നിന്ന് വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അങ്ങനെ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ ആ വീട്ടിൽ ശിവേണ്ണനും സൗമ്യ ചേച്ചിയും കിടക്കുന്നു. അങ്ങനെ അവർ എല്ലാവരെയും അറിയിച്ച് എല്ലാവരും വന്നപ്പം രണ്ടുപേരും മരിച്ചു കിടക്കുകയാണ്. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പോകുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല, പക്ഷേ മരണത്തിൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയും. ഇന്ന് ശിവ എൻ്റെ ഭർത്താവാണ്, ഇന്നലെ രാത്രി ശിവ എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് ലെറ്ററിൽ സൗമ്യ എഴുതി വെച്ചു. അവൾ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായി അവർ രണ്ടുപേരുടെയും. പക്ഷേ അവർ മരണത്തിൽ ഒന്നായി. എല്ലാ ആളുകളും ഞെട്ടിപ്പോയി. ആ നാട് മൊത്തം ഞെട്ടിപ്പോയി. അത്രയ്ക്ക് പ്രണയമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. അവർക്ക് ഒരിക്കലും ഒന്നിക്കാൻ ആവില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ മരണത്തിൽ അവരൊന്നിച്ചു. വീട്ടുകാരെ അവർ തോൽപ്പിച്ചു.